ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റാഡിഷ് ലീവ്സിൻ്റെ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1/2 കിലോ റാഡിഷിൻ്റെ ലീവ്സ്, പിന്നെ ആവശ്യത്തിന് കറി ലീവ്സ് ഒരു 10-12 എടുത്തിരിക്കുന്നുണ്ട് ഞാൻ, പിന്നെ ഒരു 3 ചെറിയ ഉള്ളി, 2 ഗാർലിക്സ്, പിന്നെ 6 ചെറിയ റാഡിഷ് ഉണ്ട്, അത് ഈ ലീവ്സിൻ്റെ കൂടെ കിട്ടിയതാണ്. കുറച്ച് ചെറിയ തേങ്ങ, ഒരു 2 ചെറിയ സ്പൂണ് അരി. ഇനി റാഡിഷിൻ്റെ ഇലകൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ. അപ്പോൾ കുക്ക് ചെയ്യുന്നത് ആദ്യമായിട്ട് പാന് വെച്ചിട്ട് അതിൽ 2 ചെറിയ സ്പൂണ് ഏകദേശം ഓയിൽ ഒഴിക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്, നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരു 3/4 സ്പൂണോളം കടുക് അതിലേക്കിടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ആ കറിവേപ്പില അതിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതും അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആ അരി അതിനോട് ചേർക്കാം. അരി ഒന്ന് പൊട്ടി വരുമ്പോൾ ബാക്കി എല്ലാ സാധനങ്ങളും, ആ ചെറിയ ഉള്ളി, പിന്നെ 2 ഗാർലിക്സ് അരിഞ്ഞു വെച്ചത് ഒക്കെ അതിനോട് ചേർക്കാം. കൂടാതെ ആ റാഡിഷിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആ റാഡിഷ് ഇലകൾ അരിഞ്ഞു വെച്ചത് അതിനോടുകൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിനോടുകൂടി കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉള്ള കായപ്പൊടി ചേർത്താൽ മതി. പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ കൂടി ചേർക്കാം. പിന്നെ അതിൽ കുറച്ച് ജീരകം കൂടി ഇടാം നമുക്ക്. എല്ലാം അത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് ഒരു 10 മിനിറ്റ് നേരം മൂടി വെക്കാം. ഇടക്ക് ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അടിക്ക് പിടിക്കാതിരിക്കാനാണ്. ഇനി കുറച്ചു നേരം തുറന്നു വെക്കാം, അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനോടുകൂടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചിരകി വെച്ച തേങ്ങ കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. ഇനി നമുക്ക് അതൊന്ന് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു സൂൺ.